നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ FC ബാഴ്സലോണ ലാവസിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ആ കളി കഴിഞ്ഞിട്ട് ഹൻസി ഫ്ലിക്കിനടുത്ത് ചെന്ന് ഇങ്ങനെ അദ്ദേഹം ഇരിക്കുന്നു, ഇങ്ങനെ കൈ കുത്തി നിന്നുകൊണ്ട് റാഫീഞ്ഞ എന്തോ പറയുന്നു. ഇത് ബാഴ്സ ആരാധകർക്കിടയിൽ വലിയ രൂപത്തിൽ വൈറലായി. എന്താണ് സംഭവം? അത് ഹൻസി ഫ്ലിക്ക് പിന്നീട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൻസി ഫ്ലിക്ക് പറയുന്നത്, ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി മാച്ച് റാഫീഞ്ഞ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവൻ എന്നോട് പറയുന്നത്. വി വിൽ ഇംപ്രൂവ്, നമ്മൾ ഇംപ്രൂവ് ആവും, അടുത്ത മത്സരങ്ങളിൽ നമ്മൾ കൂടുതൽ ബെറ്റർ ആയിരിക്കും, വി വിൽ ബി മച്ച് ബെറ്റർ ഇൻ ദി അപ്കമിങ് മാച്ചസ് എന്നാണ് അവൻ പറഞ്ഞത്. സോ താരങ്ങൾക്കിടയിൽ ആ ഒരു ആത്മവിശ്വാസവും ആവേശവും ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. റാഫീഞ്ഞയും ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ ടീംമേറ്റ്സിനെ ഞാൻ അനോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ടീം ബെറ്റർ ആവണമെങ്കിൽ, അത് ചെയ്യാൻ ഒരാൾ വേണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. റാഫീഞ്ഞയുടെ വാക്കുകൾ കൂടി നോക്കാം. സംടൈംസ് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ടീംമേറ്റ്സിനെ ഞാൻ അനോയ് ചെയ്യുകയാണ്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താരങ്ങളിൽ നിന്ന് കൂടുതൽ ബെറ്റർ പെർഫോമൻസ് ഞാൻ ഡിമാൻഡ് ചെയ്യുകയാണ്. എനിക്കറിയാം അവർക്കതിന് കേപ്പബിൾ ആണ് എന്നുള്ളത്. ആരെങ്കിലും ഡ്രസ്സിംഗ് റൂമിൽ ഇങ്ങനെ ശല്യക്കാരനായിട്ട് ഉണ്ടാകണമെങ്കിൽ അത് ഞാനാവണം. ആ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഐ ഡോണ്ട് മൈൻഡ് ഇഫ് ഇറ്റ്സ് മീ. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, ഞങ്ങൾ നല്ല രൂപത്തിൽ അവെയറാണ്, ഞങ്ങളുടെ ബെസ്റ്റ് വേർഷനിലല്ല എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൺവിൻസ്ഡ് ആണ് ഞങ്ങൾ കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഈ ഇയർ അവസാനമാകുമ്പോഴേക്കും ഞങ്ങൾ കൂടുതൽ നല്ല രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകും എന്ന് റാഫീഞ്ഞയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അത് തന്നെയാണ് ബാഴ്സ ആരാധകരുടെയും ആത്മവിശ്വാസം. ക്യാമ്പ് നൗവിൽ ഇതാ തുടർച്ചയായ 2ാം മത്സരം അവർ വിജയിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.